സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തോദിത്ത റസൂലേ പൊന്തിങ്കൾ നബിയേ ഹബീബേ ജലികോ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു മണിമുത്ത് മദീനയിലാണോ മന്ദാര ചപ്പിൻ നയകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് കബലോരെ മുത്തനബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന സമയത്തും ഉമ്മത്തിയെന്നു രത്തോരെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മോത്തൽ നബിയെ നബിമാരിലുള്ള തനിയ തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഷഫീഅ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖായ തഗ ചരിയനം ആ കുടുംബത്തിലേക്ക് കുട്ടിക്കാലം മുതൽ നബി പോകുന്ന എന്തിനാ? അവനാൻ ഉമ്മാന്റെ വീട്ടിൽ ഒന്ന് പോവല്ലോ. എന്തുണ്ടായാലും ഉമ്മാന്റെ വീട്ടിലെത്താത്തോളുണ്ടാവും. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഖീഫ് ഗോത്രത്തിൽ പോയിട്ടുണ്ട്. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയത് അധികവും ഹലീമത്തു സഅദിയയാണ്. മക്കയിലെ സമ്പ്രദായം അനുസരിച്ച് അവിടുത്തെ പേര് കേട്ട സ്ത്രീകൾ വന്നിട്ട് മുലയൂട്ടുന്ന സമ്പ്രദായം ഉണ്ടായി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടാൻ കടന്നു വന്ന അതിൽ സൗഭാഗ്യം ലഭിച്ച സൗഭാഗ്യവതിയായിരുന്നു മഹദിയാകുന്ന ഹലീമത്തു സഅദിയ. മുലകുടി ബന്ധത്താൽ നബി തങ്ങളുടെ ഉമ്മയാണ്. അതുപോലെ തന്നെ സുവൈബത്തുൽ അസ്ലമിയ, അതിൽ ഹലീമ ബീവിയും താമസിച്ചിരുന്നത് ഈ ത്വായിഫിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ നബി തങ്ങൾ അവിടുത്തെ കുടുംബത്തിന്റെ അടിവേര് അന്വേഷിച്ചു കൊണ്ടെത്തുകയും ചെറുപ്പത്തിൽ അവിടുന്ന് ഇവിടെ വളരുകയും ചെയ്തിട്ടുണ്ട്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മുല കുടിക്കുന്ന അന്ന് നബിയോടൊപ്പം മുല കുടിക്കുന്ന മറ്റൊരു കുട്ടിയുണ്ടായിരുന്നു ലംറത്ത്. ആ കുട്ടിയോടൊന്നിച്ച് ആടിനെ മേക്കാൻ പോയ സംഭവം ചരിത്രത്തിന്റെ താളുകളിൽ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതലേ എല്ലാ ഗുണങ്ങളും അൽ ഇൻസാനുൽ കാമിൽ, അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ലല്ലോ, പരിപൂർണനായ മനുഷ്യൻ, അതായിരുന്നു അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ ഹലീമ ബീവിയോടൊപ്പം നിൽക്കുമ്പോൾ മുല കുടിക്കുന്ന സമയത്ത് തന്നോടൊപ്പം മുല കുടിക്കുന്ന ഒരു കുട്ടി ഹലീമ ബീവിക്കുണ്ടായിരുന്ന ലംറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത്തെ മുല നുകരുമ്പോൾ ഇടത്തെ മുല നുകരാൻ അതൊന്നും തൊടാതെ മാറ്റിവെച്ചിരുന്നു ലംറത്തിന് വേണ്ടി. കുട്ടിക്കാലത്ത് പോലും ആ നീതിബോധം ശീലിച്ച ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ വളർന്നു, കളിക്കാൻ പോകാൻ തുടങ്ങി, ആടിനെ മേക്കാൻ തുടങ്ങി. ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സമയത്ത് രണ്ട് മലക്കുകൾ, ശുഭ്രവസ്ത്രധാരികളായ മലക്കുകൾ വന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടുത്തെ ഹൃദയം തുറന്നു. അതിൽ ഹിക്മത്തും അത് നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി ഹിക്മത്തും ഈമാനും അതിൽ നിറച്ചത്
ഈ ത്വായിഫിന്റെ മണ്ണിൽ നിന്നാണ്. കത്തിയില്ലാത്ത, ഓപ്പറേഷൻ ഇല്ലാത്ത ഒരു ശസ്ത്രക്രിയ കുട്ടിക്കാലത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് അവിടുന്ന് ത്വായിഫിലേക്ക് വന്ന ഒരു രംഗം, അതാണ് ചരിത്രത്തിൽ കൂടുതൽ വേദന നിറഞ്ഞ ത്വായിഫ് യാത്ര. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കത്ത് അവിടുത്തെ ജീവിതം പ്രബോധനം പരസ്യമാക്കിയപ്പോൾ ദുസ്സഹമായി തുടങ്ങി. സഹാബാക്കൾക്ക് പലർക്കും മക്കയിലെ വാസം പ്രയാസമായി തുടങ്ങിയപ്പോ ശത്രുക്കളിൽ നിന്ന് കടുത്ത എതിർപ്പും ആക്ഷേപങ്ങളും കടന്നു വന്നപ്പോൾ നാട് വിട്ടു പോകാൻ പോലും തീരുമാനിച്ച, അഥവാ ഹിജ്റ തീരുമാനിച്ച സ്വഹാബിമാരുണ്ടായിരുന്നു. ഹബീബായ തങ്ങളെ സന്തത സഹചാരിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബസീനിയയിലേക്ക് ഹിജ്റ പോയി. നബി തങ്ങളോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു. പോകുന്ന വഴിയിൽ ഇബ്നു ദഖൻ എന്ന് പറയുന്ന മനുഷ്യൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചു. അബൂബക്കർ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മക്കയിലെ പേര് കേട്ട പ്രമുഖനാണ് അങ്ങ് ഈ മണ്ണിൽ നിന്ന് ഇവിടെ നിൽക്കാൻ വാസ യോഗ്യമല്ല എന്ന് പറഞ്ഞ് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് ഞാൻ പ്രൊട്ടക്ഷൻ ഒരുക്കി തരാമെന്ന് ഇബ്നു ദഖൻ പ്രഖ്യാപിച്ചപ്പോൾ അബസീനിയയിലേക്കുള്ള, ഹബശയിലേക്കുള്ള യാത്ര സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിവെച്ചു. മടങ്ങി മക്കയിലേക്ക്, പരിശുദ്ധ കഅബയിലേക്ക് പോയി. പ്രാർത്ഥന നടത്താനുള്ള സ്വാതന്ത്ര്യത്തെ മക്ക കുഫാറുകൾ തടഞ്ഞപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിഷമമായിരുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രൊട്ടക്ഷൻ തരാം എന്ന് പറഞ്ഞ് ഇബ്നു ദഖൻ തിരിച്ചയക്കുന്നു. തിരിച്ച് മക്കയിലെത്തി പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യാൻ പോയി. പരിശുദ്ധമായ മക്ക ഹറമിൽ അദ്ദേഹം പ്രാർത്ഥനാ നിമഗ്നനായിരിക്കുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ തെറി വിളിക്കുന്നു, ആക്ഷേപിക്കുന്നു, ആട്ടിയോടിക്കുന്നു. അപ്പോൾ ഒരു പ്രഖ്യാപനം, എനിക്ക് പ്രൊട്ടക്ഷൻ ആര് തന്നിട്ടില്ലെങ്കിലും, ആര് സംരക്ഷണം തന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകാൻ തീരുമാനിച്ച് മക്ക കുഫാറുകൾ ആക്ഷേപിക്കുകയും ആ കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അദ്ദേഹത്തിന് വല്ലാത്ത ആക്ഷേപഹർഷങ്ങൾ ചൊല്ലി. അപ്പോൾ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇല്ല, ഞാനിനി ഒരാളുടെയും തണലിലല്ല, എനിക്കൊരാളുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല. അള്ളാഹുവിന്റെ അമ്നും ഈ മണ്ണിൽ ഒരു നിർഭയമായ ജീവിതവും എനിക്ക് ആഗ്രഹമുണ്ടോ, റബ്ബ് എനിക്ക് നൽകും. ആ അള്ളാഹുവിന്റെ അമ്നല്ലാത്ത, അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ അല്ലാത്ത ഒരു പ്രൊട്ടക്ഷനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് സ്വന്തം വീട്ടുവളപ്പിൽ ഒരു പള്ളി ഉണ്ടാക്കി അവിടെ പ്രാർത്ഥന നിമഗ്നനായി കഴിഞ്ഞുകൂടി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂബക്കർ തങ്ങൾ? അവ്വലു മൻ ആമന ബി അബൂബക്കർ വഅവ്വലു മൻ സവ്വജനി അബൂബക്കർ വഅവ്വലു മൻ യുഹ്ശറു യൗമൽ ഖിയാമത്തി അബൂബക്കർ. എനിക്ക് ആദ്യമായി വിവാഹം ചെയ്തു തന്നത് അബൂബക്കറാണ്. അവ്വലു മൻ ബഖനി അബൂബക്കർ, എന്നെ ആദ്യമായി വിശ്വസിച്ചത്, സത്യസന്ധമായി എന്നെ അംഗീകരിച്ച ആള് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. മാത്രമല്ല എന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. ഞാനൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അബൂബക്കറാകുമെന്ന് പ്രഖ്യാപിച്ച സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ, പുന്നാര നബിക്ക് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിശ്ചയമായ തീരുമാനമായിരുന്നു, ആ നിശ്ചയദാർഢ്യമായിരുന്നു, എനിക്കൊരാളുടെയും സംരക്ഷണം വേണ്ട, എനിക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹ് എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടുവളപ്പിൽ ഒരു പള്ളി ഉണ്ടാക്കി മരണം വരെ പ്രാർത്ഥന നിമഗ്നനായി കഴിഞ്ഞുകൂടിയ മഹാൻ. മാത്രമല്ല അവിടുന്നാണല്ലോ പിന്നെ ഹിജ്റയും പരിശുദ്ധ മദീനയിലെത്തുന്നതും, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടക്കുന്നതൊക്കെ അവിടെയാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
അബസീനിയയിലെ യാത്ര പോയി. അങ്ങനെ ഇരിക്കുമ്പോ ഘട്ടം ഒരു വല്ലാത്തൊരു സാഹചര്യം നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഏതാണത്? മഹദിയാകുന്ന ഖദീജ ഉമ്മയുടെ വഫാത്ത്. ഉമ്മുൽ മുഅ്മിനീൻ തനിക്ക് താങ്ങും തണലുമായി മക്കക്കാര് തന്നെ തള്ളിപ്പറഞ്ഞ് എന്നെ ആക്ഷേപിച്ച് എന്റെ മാർഗം സ്വീകരിക്കാതെ തള്ളിപ്പറഞ്ഞ സമയത്ത് എന്നെ അംഗീകരിച്ച എന്റെ ഖദീജ. മക്കയില് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് പോലും അവരൊക്കെ തള്ളിപ്പറഞ്ഞ് നബിതങ്ങൾ ആക്ഷേപിച്ചപ്പോൾ നബിതങ്ങളെ എല്ലാ നിലക്കും വാരിപ്പുണർന്ന സയ്യിദത്തുന ബീവി ഖദീജ. മാത്രമല്ല നബിതങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ദീനിന് വേണ്ടി തന്റെ സമ്പത്ത് പൂർണ്ണമായി വിനിയോഗിച്ച ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ അവരുടെ വഫാത്ത് നടക്കുന്ന ആ കൊല്ലം ആമുൽ ഹുസ്ൻ, ദുഃഖവർഷത്തിന്റെ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യം. നമുക്ക് വലത്തെ ഭാഗത്ത് ഒരു ഈദ്ഗാഹ്, തായിഫിലെ ഈദ്ഗാഹാണ്. നമ്മൾ കേട്ടില്ലേ ഈദ്ഗാഹ്? ഈദ്ഗാഹിന് അത്ര പ്രോത്സാഹനം നൽകുന്ന മദ്ഹബല്ല നമ്മുടെ ഷാഫിഈ മദ്ഹബ്. പള്ളികൾ ഉണ്ടാകുമ്പോ, പള്ളി സൗകര്യം ഉണ്ടാകുമ്പോ എല്ലാ ആളുകളും പള്ളിയിൽ തന്നെ പങ്കെടുക്കണം. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ഈദ്ഗാഹുകൾ കെട്ടിയുയർത്തിയത് കാണാം. ഇനി ത്വായിഫിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മക്കയിൽ തന്നെ ഒരു സാഹചര്യം, അത് തന്റെ ഭാര്യയുടെ വഫാത്ത്. അതോടൊപ്പം ആ വർഷം മറ്റൊരു വഫാത്ത് നടന്നു. തന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്റെ പിതൃവ്യനായ അബൂ ത്വാലിബിന്റെയും വഫാത്ത്. നബിതങ്ങൾ കച്ചവടത്തിന് പോയത് അദ്ദേഹത്തിന്റെ കൂടെയാണ്. നബിതങ്ങളെ പാപ്പയില്ലാത്ത സമയത്ത് പിന്നെ പിതാവിന് ശേഷം നബിതങ്ങൾക്ക് തണലേകിയത് മഹാനായ അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന്റെ വഫാത്ത് നബിതങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ കുറിച്ച് പറയുന്നത് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ്. അങ്ങനെ ആ ദുഃഖസാന്ദ്രമായ സാഹചര്യം നബിതങ്ങൾക്ക് മക്കയിൽ നിൽക്കുക, മക്കയിലെ പ്രബോധനം അത് കുറച്ച് ദുസ്സഹമായി മാറിയപ്പോ തന്റെ കുടുംബം എപ്പോഴും നമ്മളെ വീട്ടിൽ ചില പ്രയാസമുണ്ടാകുമ്പോൾ ഉമ്മാന്റെ വീട്ടുകാര്, അമ്മാവന്മാര് അവര് തുണയാകുമല്ലോ എന്നൊരു ലക്ഷ്യമുണ്ടാകും. അതുകൊണ്ട് ത്വായിഫുകാർ എന്നെ വാരിപ്പുണരും എന്നതിലപ്പുറം തന്റെ കുടുംബത്തിൽ ഒരു ആശ്രയമുണ്ടാകുമല്ലോ, അവരിൽ ഇസ്ലാമിക ദഅവത്ത്, പരിശുദ്ധ ദീനിന്റെ പ്രബോധനം അവരിലേക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് ബിൻ ഹാരിസ് എന്ന് പറയുന്ന സ്വഹാബിയോടൊന്നിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശവ്വാലിന്റെ അവസാനത്തെ ഘട്ടത്തിൽ അവിടുന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ ദീർഘമായ യാത്രയല്ലേ ത്വായിഫ്. ഇന്ന് നമ്മള് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടല്ല നമ്മൾ പോകുന്നത്. കാരണം നല്ല AC കൂളിംഗ് ഉള്ള ബസ്, ഏകദേശം ഒരു 130 കിലോമീറ്ററിനടുത്തുള്ള ദൂരമേ ഉള്ളൂ. ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ 130 കിലോമീറ്റർ നമുക്ക് അത്ര പ്രയാസമുള്ള കാര്യമല്ല. അതേസമയത്ത് വാഹനമില്ലാത്ത, ഈ ഇത്ര മനോഹരമായ റോഡില്ലാത്ത, മട്ടൻ കുന്നുകളും പാറക്കെട്ടുകളുമുള്ള ഈ മലമടക്കുകൾ താണ്ടിക്കൊണ്ട് ത്വായിഫിന്റെ മണ്ണിലേക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടം, ആ ത്യാഗപൂർണമായ യാത്ര, ത്വായിഫ് യാത്ര നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി ത്യാഗപൂർണമായ യാത്ര ഇതാ ഈ മണ്ണിലെത്തുകയാണ്. ഇതാ ത്വായിഫിന്റെ മെയിൻ ഗേറ്റ്, ഇതാ ഈ സിഗ്നൽ പോയിന്റ് അങ്ങ് കടന്നു കഴിഞ്ഞാൽ ത്വായിഫിലേക്ക് നമ്മൾ എത്തുകയാണ്. എല്ലാരും ഉറങ്ങിയോ? അല്ലേ ഉണർന്നോ? ഹലോ, കുറെ ആളുകള് റുക്കൂലും സുജൂദിലും ആയിട്ടുണ്ടാവും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഹബീബായ മുഹമ്മദ് മുസ്തഫ ത്വായിഫിന്റെ മണലാരണ്യത്തിൽ അനുഭവിച്ചതുപോലെ ഒരു കഷ്ടപ്പാട്, പ്രയാസം ഞാനത് മറ്റിടത്തും അനുഭവിച്ചിട്ടുള്ള സഹബ. സയ്യിദത്തുനാ ബീവി ആയിഷ മോളെ വിളിച്ചുകൊണ്ട് ഹബീബ് പറയുന്നു, മോളെ ആയിഷ, ഉഹുദ് യുദ്ധം കഴിഞ്ഞു പോയിട്ടുണ്ട്, ബദർ യുദ്ധം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉഹുദിൽ ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നുമല്ല ആയിഷ, ത്വായിഫിന്റെ മണ്ണിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം അത് ഉഹുദ് യുദ്ധത്തിനെ പോലെയല്ല. എനിക്കതിനേക്കാൾ ഏറ്റവും കൂടുതൽ കഠിനമായ തീഷ്ണമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ആയിഷ,
എന്റെ കുടുംബക്കാര് എന്നെ അടിച്ചോടിച്ചു ആയിഷ, എന്റെ അമ്മാവന്മാരെന്നെ കൂക്കി വിളിച്ചു ആയിഷ, എന്റെ കുടുംബങ്ങൾ എന്നെ നടുറോട്ടിലിട്ട് തല്ലി ഓടിച്ചു ആയിഷ. ഓടി ഓടി തായിഫിന്റെ മണ്ണിൽ നിന്ന് ഞാൻ തളർന്നുകൊണ്ടൊരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് പോയ ആയിഷ. അവിടുന്ന് ഞാൻ എടുത്തു ഓടുമ്പോ ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്തൊരു കല്ലിലിരിക്കുമ്പോ ഭീമാകാരമായൊരു വലിയ കൂറ്റൻ കല്ല് ഉരുട്ടിമറിച്ചു കൊണ്ടുവന്ന് എന്റെ തലയിലേക്കിടാൻ അവർ ഒരുങ്ങി. ആയിഷ, ആ സമയത്ത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട്, നബിയെ പേടിക്കണ്ട, അവിടെ ഇരുന്നു, ആ കല്ലിനെ ഞാൻ താങ്ങി നിർത്തിയിട്ടുണ്ട്. സയ്യിദുനാ മലക്ക് ജിബ്രീൽ അങ്ങയെ കല്ലെറിയുന്ന ത്വായിഫുകാരെ നശിപ്പിക്കട്ടെയോ, ഈ മലാപകൾ അവരുടെ മുകളിലേക്ക് മറിച്ചിടട്ടെയോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോട് ജിബ്രീൽ ചോദിച്ചപ്പോൾ, വേണ്ട ജിബ്രീൽ, അവര് പാവങ്ങളാണെന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ സന്ദേശം വിളംബരം ചെയ്ത അഷ്റഫുൽ വറാ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്